നിഴലിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിഴലിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ നടക്കുകയാണെങ്കിലോ അത് നമ്മളുടെ കൂടെ നടക്കും. എന്നാൽ നമ്മളൊന്ന് കിടക്കുകയാണെങ്കിലോ അതിനെ നമുക്ക് കാണാനും സാധിക്കത്തില്ല, അത് നമ്മുടെ കൂടെയും കാണത്തില്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നിഴൽ പോലെ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളായി മാറാറുണ്ട്. നമ്മുടെ കൂടെ നിഴൽ പോലെ നിൽക്കുന്നവരും നമ്മുടെ കൂടെ നിഴൽ പോലെ നടക്കുന്നവരും പലപ്പോഴും നമ്മളൊന്ന് കടന്നുപോയാൽ പലപ്പോഴും നമുക്ക് അവരെ കാണാനോ അവർ നമ്മുടെ കൂടെ നിൽക്കുകയോ നമ്മുടെ കൂടെ നടക്കുകയോ ചെയ്യാറില്ല. ഇത്രയേ ഉള്ളൂ പലപ്പോഴും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിഴൽ പോലെ നടക്കും നിൽക്കും എന്നൊക്കെ നമ്മൾ കരുതുന്ന പലരും നമ്മളൊന്ന് കിടന്നു പോയാൽ പലപ്പോഴും നമ്മുടെ കൂടെ കാണുകയൊന്നുമില്ലെന്ന്, നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കുകയാണ്. അത് നമ്മുടെ തോന്നലുകൾ മാത്രമാണ്. 100 പേരെ നമ്മുടെ കൂടെ നടക്കുകയും നമ്മുടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഏതാനും ആൾക്കാർ മാത്രമായിരിക്കും നമ്മുടെ കൂടെ പലപ്പോഴും കിടക്കുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നിഴൽ പോലെ കൂടെ ഉണ്ടാകും നടക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന പലരും നമ്മളൊന്ന് കിടന്നു പോയാൽ നമ്മുടെ കൂടെ ഉണ്ടാകുകയില്ല എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ജീവിച്ചാൽ, ഒന്ന് കിടന്നു പോയാൽ, ഒന്ന് ഒറ്റപ്പെട്ടാൽ ദുഃഖമില്ലാതെ മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നിഴൽ പോലെയാണ് പലരും നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുകയും നടക്കുമ്പോൾ നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യും. എന്നാൽ കിടക്കുമ്പോൾ നമ്മൾ മാത്രമേ ആയിത്തീരുമെന്നുള്ള വിചാരം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.